ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബ്ദു ഗെയിമിംഗ് മാസ്റ്റർ. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ബാഡ് ന്യൂസിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ബാഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് പൊട്ടിച്ചാമ്പലായി ഗൈസ്. എന്താ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ക്രീപ്പർ വന്നിട്ടായിരുന്നു ഇവിടെ. ഗൈസ് എന്താ അറിയില്ല, ക്രീപ്പർ വന്നു. 2 ക്രീപ്പർ ഒരുമിച്ചാണ് വന്നത്. എന്നിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു. 2 ഒറ്റയടിക്ക് പൊട്ടി. ഒരു ക്രീപ്പർ ഇവിടെ നിന്നിട്ട് ഒരു ക്രീപ്പർ എൻ്റെ വീട്ടിനടുത്ത് വന്നിട്ട് 2 പൊട്ടിത്തെറിച്ച് എൻ്റെ ഫാർമൊക്കെ പൊട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് സിമ്പിളാണല്ലോ, നമുക്ക് ഈ വീട്ടിലൊക്കെ മാറാം ഒക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചു, അങ്ങനത്തെ ഡിസിഷനൊന്നും വേണ്ട, നമുക്കൊരു വീട് തന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സാധനങ്ങളൊന്നും തീർന്നിട്ടില്ല, കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ക്രീപ്പർ വരാണ്ടിരിക്കാൻ വേണ്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ടല്ലോ, കുറച്ച് സാധനങ്ങൾ ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർപ്രൈസ് ഞാൻ കൊണ്ടേ കാണിക്കാം. ഞാനൊരു അടിപൊളി ഒരു പുതിയ വീടുണ്ടാക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ആ പുതിയ വീട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉണ്ടാക്കാൻ പോണ വീട് ഏത് സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. ഓ ഗൈസ്, അതേതാ വീട്? അടിപൊളി വീടാണല്ലോ ഗായ്സ്. അതാണ് നമ്മുടെ പുതിയ വീട്. നല്ല ഇത് രാത്രി അത്ര രസം ഉണ്ടാവും അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഞാനിത് 2 ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഗൈസ്. ഈ വീട് പൊട്ടിയിട്ട് ലൈക്ക് ഞാനിപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് ശരിക്കും ഞാൻ 4 ദിവസം മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. ഒരു ദിവസം തന്നെ ഞാൻ 2 വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വെച്ചാണ്. അങ്ങനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് ഞാൻ 2 ദിവസം പണിയെടുത്ത് ഉണ്ടാക്കിയ വീഡിയോ ഗൈസ്. ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയുണ്ട്. നമുക്ക് 2nd ഫ്ലോറൊക്കെ ഉണ്ട്. 2nd ഫ്ലോറിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മേലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രൈങ് ഒബ്സീഡിയനൊക്കെ ഇതാണെങ്കിൽ അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ക്രീപ്പർ ഇപ്പോൾ ഒന്നാണെങ്കിൽ തന്നെ ഒബ്സീഡിയനൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ പൊട്ടിക്കുകയാണെങ്കിൽ തന്നെ ഗ്ലാസ് പൊട്ടിക്കും, അതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ ഇത് നെതർ പോർട്ടിന് പൊട്ടിക്കാം. നമുക്ക് നെതർ പോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ പോയിട്ട് ഗൈസ്. അത് ഇടിക്കണോണ്ടാണ്. നമുക്ക് വെപ്പൺസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, എല്ലാ സാധനങ്ങളും അവിടെയാണ്. നമ്മളാകെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ ചെസ്റ്റിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ചെസ്റ്റിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി എടുത്തിട്ട് ഇപ്പോൾ തന്നെ രാത്രി ആയിക്കണം. നമ്മുടെ കയ്യിൽ ഒരു കുന്തറാണ്ടില്ല കിടന്നുറങ്ങാൻ. നമുക്കിപ്പോൾ ഇവിടെ ബെഡോ ഒന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. പക്ഷേ നമുക്ക് അതാ ഇവിടെ ഒരു ബെഡ് ഞാൻ വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ. അപ്പോൾ ഈ ബെഡ് നമുക്ക് എടുക്കാം. പിന്നെ 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 നമുക്കൊരു നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മുടെ ഫാർമ് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്താക്കണം ഗൈസ്. അതാണ് ഒരു ഇത്. സ്പൈഡർ ഉണ്ട് ഗൈസ്. ഇപ്പം ഇനി നമ്മുടെ വെല്ലൊക്കെ കൂടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മളെ വെല്ലുണ്ടാക്കിയില്ലേ, ആ സെയിം ദിവസം തന്നെ ഈ ക്രീപ്പർ പണി വന്നത്. നമ്മൾ റെക്കോർഡിങ് സെക്ഷനൊക്കെ തീർത്തിട്ട് ഞങ്ങൾ തിരിച്ച് ലൈക്ക് റെക്കോർഡിങ് സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ഈ 2 ക്രീപ്പർ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ലൈക്ക് അടുത്തുണ്ടായി മീൻസ് ലൈക്ക് നമ്മുടെ അടുത്തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ പിടിച്ചു ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ചെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചെസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ നമ്മൾ ചത്ത് ഗൈസ്. ഇതെവിടെയാണ്? ഓ നോ ഗൈസ്, നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തി. നമ്മൾ വേറെ എവിടെ റീസ്പോണായി. ഇതെവിടെയാ? ഗൈസ്, അതാ വില്ലേജ്. ഭാഗ്യം നമുക്ക് ആ വില്ലേജ് കണ്ടുപിടിക്കാൻ കിട്ടി, അതുകൊണ്ട് ഭാഗ്യം. പക്ഷെ ഇത് കൂടെ പോകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, അതാ പ്രശ്നം. അല്ല കുഴപ്പമില്ല ഗൈസ്, നമുക്ക് മെല്ലെ. അയ്യോ സ്പൈഡർ. അത് വള്ളത്തേക്ക് വരില്ലല്ലോ സ്പൈഡർ? ഇല്ല ഗൈസ്, വരില്ലെന്ന് തോന്നുന്നു. വില്ലേജ് അവിടെ ഉണ്ട്. ഭാഗ്യം നമ്മൾ വില്ലേജ് ഒന്നും കളഞ്ഞിട്ടില്ല. നമ്മുടെ വീടുണ്ടോ അവിടെ? നമ്മുടെ വീട് എനിക്ക് ആ വീട് നല്ല ഇഷ്ടമായി ഗൈസ്. ഞാനത് വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാക്കിയില്ല, സ്വയം ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണത്. ഈ വീട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും, അതാ നമ്മുടെ ഗൈസ് നമ്മുടെ വീട്. ഈ വീട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ഗൈസ്. യെസ്, നിങ്ങൾ പെർഫെക്റ്റ് ഗെയിമിംഗ് വെച്ചാൽ കാണുന്നെങ്കിൽ നിങ്ങളത് കാണാം. അപ്പോൾ ആദ്യത്തെ ഒരു MZRPൻ്റെ ഒരു
വീഡിയോ ആണ്, ആദ്യത്തെ ഒരു വീടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണത്. അതിൽ ലൈക്ക് പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നുമില്ല. ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എൻ്റെ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ അതുപോലെ ഉണ്ട്. പക്ഷേ ഞാൻ തീർത്ത് പറയില്ല അതെൻ്റെ ഇത് സെയിം ആണെന്ന്, എൻ്റെയോ അതും സെയിം ആണെന്ന് പറയില്ല. എന്നാലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അയ്യോ ഇത് അടുത്തത് നമുക്കിതിന് കൊല്ലാം. എവിടെ ഇത്? വട നമുക്ക് സോഡ് ഉണ്ടാക്കി വെക്കണം. നമ്മൾ സോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ അത് കാണാനില്ല. അത് പോയാ അങ്ങനെ പോയി. നമ്മൾ അറ്റാക്ക് ചെയ്ത ഒറ്റ ഓട്ടം. ഓക്കെ ഗൈസ്, ഞാൻ പറയാൻ വന്ന കാര്യം, നമുക്കിപ്പോൾ ഇവിടെ കടന്ന് ഉറങ്ങണതാണ് നല്ലത്. അയ്യോ ആ പട വട ഈ സോംബീസ് നല്ല പ്രശ്നമാണ് ഗൈസ്. നമുക്ക് ഇതിന് കൊല്ലാൻ നല്ല കൊല്ലാനല്ല, അത് നമ്മൾ നല്ല അറ്റാക്ക് ചെയ്യും, നല്ല ഫാസ്റ്റാണ് ആ സാധനം. കണ്ട ഗൈസ്, നമ്മളിപ്പോൾ തന്നെ മരിച്ചു, നമ്മൾ വീണ്ടും ഒരു സ്ഥലത്ത് തന്നെ എത്തി. നമുക്ക് നമ്മുടെ റീസ്പോൺ സെറ്റ് ഒന്ന് റെഡിയാക്കണം. നമ്മുടെ വീട് അല്ല ഫാർമ് നമ്മൾ കഷ്ടപ്പെട്ട് വന്ന സാധനം. നമ്മളിപ്പോൾ നമുക്ക് പോവാം, സമയമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഗൈസ്, പ്ലീസ്. ഞാൻ ശരിക്കും വിചാരിച്ചത് നമുക്ക് കുറേ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളാകെ 2-3 എപ്പിസോഡ് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മളൊരു വലിയ വീട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്ര ഇതായിട്ടില്ല എനിക്ക് തോന്നി. അപ്പോൾ നമുക്കിവിടെ അടുത്തുള്ള വീടൊക്കെ ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു അല്ലെങ്കിലും അങ്ങനെയൊന്നും ആൾക്കാർ ഞാൻ ചെയ്യണം കണ്ടിട്ടില്ല. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളി വീടുണ്ടാക്കണമെന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവും, പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. 2 ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത് ഗൈസ്. ഇത് ആ വീടുണ്ടാക്കുന്ന മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്, ക്രൈയിങ് ഒബ്സീഡിയന്, പിന്നെ ഒബ്സീഡിയനും കൊണ്ടാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സോംബി ഇപ്പം ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് മറ്റേ ഇത് റെഡിയാക്കി എടുക്കാം, നമ്മുടെ ആ റീസ്പോൺ പോയിന്റ്. നമുക്ക് ഇപ്പോൾ കടന്ന് ഉറങ്ങാം ഗൈസ്, അതാണ് നല്ലത്. രാവിലെ എടുത്തിട്ട് നമുക്ക് എല്ലാം റെഡിയാക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ചെസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ എടുക്കണം നമുക്ക്. അതൊന്നും നമുക്ക് ഇവിടെ വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ ഇതവിടെ കുറച്ച് സ്റ്റിക്സും പിന്നെ നമ്മുടെ ആക്സ് അല്ല ഹോ ഉണ്ട്. നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടിയില്ല. ഇല്ല ഗൈസ്, നമ്മൾ അവിടെ ഉണ്ട്. നമുക്ക് ഈ ഫാർമൊക്കെ നമ്മൾ അങ്ങോട്ട് ആക്കും. ഇന്ന് തന്നെ നമ്മൾ ആക്കുന്നതായിരിക്കും ഗൈസ് നമ്മളെ ഫാർം. പിന്നെ നമുക്ക് ഈ ബെഡും കൂടെ എടുത്തേക്കാം. പിന്നെ നമ്മുടെ പുതിയ വീട്ടിൽ അത്ര ഫേർണിച്ചേഴ്സൊന്നും നമ്മൾ വെച്ചിട്ടില്ല ഇതുവരെ. ഫേർണിച്ചേഴ്സൊന്നും വെച്ചിട്ടില്ല. അയ്യോ ഇതൊരു വലിയ പ്രശ്നമാവല്ലോ. നമുക്ക് ഫേർണിച്ചറൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറയാൻ വന്നത്, ഇത് നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിതെടുത്ത്. ഈ ചെസ്റ്റ് നമ്മളൊന്നും വെച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിൽ. നമുക്ക് അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് നമ്മൾ ഇന്നത്തെ പണി. പിന്നെ നമ്മളിന്ന് നമ്മുടെ ഫാർം അവിടെ ഉണ്ടാക്കും. നമുക്ക് വെല്ല് കുറച്ച് അടുത്താണെങ്കിൽ നമുക്ക് വെല്ല് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഗൈസ്, ഇതാണ് നമ്മുടെ രാവിലത്തെ ഇത്, നമ്മുടെ വ്യൂ, നമ്മുടെ വീട്ടിൻ്റെ വ്യൂ. ഞാനെന്താ കാണിക്കണത്? പിക്കാക്സ് ഇല്ലേ നമ്മുടെ കയ്യിൽ? നമ്മുടെ സോഡ് ഉണ്ട്, പക്ഷെ നമ്മൾ ഗൈസ് വലിയൊരു പ്രശ്നം വന്നു. എന്താ പറ്റി? നമ്മുടെ ഹാർട്ട്. ഗൈസ് ക്രീപ്പർ. ഗൈസ് നന്നായി നമ്മൾ ഈ വീടുണ്ടാക്കിയത്. ക്രീപ്പറൊക്കെ പെട്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ അയൺ ഡോർ ചിലപ്പം പൊട്ടുന്ന എനിക്കൊരു സാധ്യത ഉണ്ടാവും, പക്ഷേ നമുക്ക് ഈ സാധനം ഫില്ല് ചെയ്യാം. ഈ സ്പൈഡറായൊക്കെ എന്തിനാണ് നമുക്ക്? ഇതൊക്കെ ഈ സ്പൈഡറിനൊക്കെ കൊന്നിനാണ് വെറുതെ കിട്ടുന്ന സാധനം. ഒരു ക്രീപ്പർ വന്നു ഗൈസ് നമുക്ക്. പക്ഷെ ബാക്കി നമ്മൾ പുതുതായിട്ടൊരു ഞാൻ ഇതന്നെ ഈ സാധനം ഇങ്ങനത്തെ ഒക്കെ ഇൻസിഡൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഈ വീടൊക്കെ ഉണ്ടാക്കിയത്. ബിക്കോസ് ഇത് നല്ല പ്രശ്നമാണ് ഗൈസ്. ഇങ്ങനത്തെ ക്രീപ്പറൊക്കെ വന്ന് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുക. വലിയ വീടാണെങ്കിൽ ലക്ഷറി വീടൊക്കെ ആണെങ്കിലും അത് ക്രീപ്പർ വന്ന് പൊട്ടിച്ചാൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം തന്നെ പൊട്ടിച്ചാൽ മതി, അതിൻ്റെ രസം പോവും. കണ്ട, അപ്പോൾ നമ്മുടെ വീടിന് ഒബ്സിഡിയൻ ആയതുകൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബട്ടൺ പൊട്ടി ഗൈസ്. ഈ 2 സൈഡത്തെ ബട്ടൺ പൊട്ടി ഗൈസ്. ഇനി നമ്മളെങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറും? ഉണ്ടോ ബട്ടന്? ഇല്ല ഗൈസ്, അവിടെ ബട്ടൺ ഇല്ല. നമുക്ക് വേറൊരു വഴിയുണ്ട്. വീട്ടിനുള്ളിൽ കയറുകയാണെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടിച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബട്ടൺ കൂടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അതൊക്കെ നമുക്കൊക്കെ ഗ്ലാസ്സും വെക്കണം. ഗ്ലാസ് പൊട്ടിയൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിൽ വെക്കാനൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ടായിരിക്കും നമുക്ക് ആ ക്രീപ്പർ വന്നപ്പോൾ എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നായിരുന്നു അതൊക്കെ.
ക്രീപ്പർ വന്നപ്പോൾ അത് നെതറിലൊക്കെ പോകാൻ നല്ല സിമ്പിളാണ്. പിന്നെ നമ്മുടെ ഫുഡ് നമുക്ക് ആ ഫാർം ഇന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറണ്ടേ. വെയിറ്റ്, നമുക്കൊരു ബട്ടൺ കൂടി ഉണ്ടാക്കി കളയാം. വെയിറ്റ്, അയ്യോ ഓക്കെ, അത് കിട്ടാത്തത് നമുക്കൊരു സാധനം എടുത്ത് കളയാം. വെയിറ്റ്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം, പിന്നെ കിട്ടും. ഓക്കെ നൈസ്, ഇവിടെ വെക്കാം. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ആക്സൊക്കെ നല്ല ഇതാണ്, മരം വെട്ടാനൊക്കെ നല്ല ഉപയോഗപ്പെടും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സമയം വേസ്റ്റ് ആക്കാണ്ട് മരം വെട്ടാം. ഓക്കെ, ഇതൊക്കെ വെട്ടാൻ നല്ല സമയം എടുക്കുന്ന സാധനങ്ങളാണ് ഗൈസ്. ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വെട്ടാൻ പറ്റും. ഇപ്പോൾ വെട്ടാണെങ്കിൽ തന്നെ ചിലപ്പോൾ കുറേ സമയം എടുക്കും ഒരെണ്ണത്തിന് തന്നെ വെട്ടും. ഇവിടെ കുറേ ഒബ്സിഡിയൻ ഉപയോഗിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കുറേ നല്ല വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ല പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വീടുകളൊക്കെ എങ്ങനെയുണ്ട്, ഇത് മേലത്തെ ഫ്ലോർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഞാൻ പണിയും, അതും കൂടി റെഡി ആക്കി. നമ്മൾ ഫർണിച്ചർ ഒന്നും വെച്ചിട്ട് നമ്മൾ ഇന്നലെ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ രാത്രി നമ്മൾ ഇതൊക്കെ ഫിനിഷ് ചെയ്ത് ഇന്നലെ വൈകുന്നേരം തൊട്ട് ലൈക്ക് ഒരു 6 o'clock തൊട്ടിട്ട് ഒരു 9 ഒരു 8 ഞാൻ ഇതിൻ്റെ ഒരു 2 മണിക്കൂർ ഇതിലായിരുന്നു. പിന്നെ എന്നാലും ഇത് കുറേ നമ്മൾ അതിൻ്റെ ഐഡിയ ഒക്കെ ചിന്തിച്ചിട്ട് വീഡിയോ ഒന്നും നോക്കാത്തായ കാരണം ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ നോക്കിയിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കുക. പക്ഷേ ഇത് ഞാൻ വീഡിയോ ഒന്നും കാണാണ്ട് ഉണ്ടാക്കുമ്പോഴേ കുറച്ച് ഹാർഡാണ്. നമ്മൾ ഇപ്പോൾ മൈൻഡിൽ നിന്ന് തന്നെ തിങ്ക് ചെയ്തെടുക്കുകയാണെങ്കിലേ, ഇപ്പോൾ ഇതൊരു ഫോട്ടോ ഒന്ന് കണ്ടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. വീഡിയോയിൽ അത്ര ആയിരിക്കില്ല. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കണം. മേലെ ഇത് റെഡിയല്ല, പക്ഷേ ഞാനിത് മാറ്റിയെടുക്കും ഗൈസ്, പേടിക്കണ്ട. നമ്മൾ റെഡിയാക്കി എടുക്കും. പിന്നെ ഇതാണ് നമ്മുടെ വീട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ് പ്ലീസ്. നിങ്ങളുടെ ലൈക്കൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട്. ഇപ്പോൾ നമുക്കിത് കൂടെ കയറാം. നമുക്ക് ബട്ടൺ ഉണ്ടാക്കണം ഗൈസ്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ ഫർണിച്ചറൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാം. നമുക്ക് അത്ര സമയമൊന്നുമില്ല. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഈ ഡേർട്ട് നമുക്ക് നല്ല ആവശ്യമുള്ള സാധനം. നമുക്കിവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യണമെന്നുണ്ട് എനിക്ക് ഗൈസ്. അപ്പോൾ നമ്മളെന്താ ചെയ്യണേ, ഒരു ബട്ടൺ ഏതിലാണ് കിട്ടുക? ഇതിൽ കിട്ടുമോ? ബട്ടൺ എനിക്ക് തോന്നുന്നു ബട്ടൺ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ല. ഉണ്ട് ഗൈസ്, ബേർച്ച് ബട്ടൺ. ഓ അങ്ങനെയാണല്ലേ ബട്ടൺ. ഞാൻ ബട്ടണൊന്നും ഇതുവരെ അങ്ങനെ ലൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ മറന്നുപോയി. കുറേ ആയി ഗൈസ്. ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് കുറേ ആയിരുന്നു. അപ്പോൾ നമുക്ക് ബേർച്ച് ബട്ടൺ പുറത്തൊക്കെ ഒന്ന് വെച്ച് നോക്കാം. എനിക്ക് വേണ്ടത് കുറച്ച് ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ബട്ടണൊന്നും കാണാൻ പറ്റില്ല. അതായിരുന്നു എൻ്റെ ഒരു ഇത്. ഇപ്പോൾ ബട്ടണൊന്നും ഇല്ലല്ലോ, എനിക്ക് കാണാത്തതായിരുന്നല്ലോ. നമ്മുടെ ബട്ടൺ എടുത്ത് ഈ സ്പൈഡർ അതിൻ്റെ അവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് ബട്ടൺ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഉള്ളിലൊന്ന് വെക്കാം ഗൈസ്. ഉള്ളിൽ ഓൾറെഡി ഒന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്ലാസും കൂടി ഒന്ന് മാറ്റണം. നമുക്ക് ഇപ്പോൾ ഈ TNTയും ക്രീപ്പറൊക്കെ വരികയാണെങ്കിൽ ഈ ഗ്ലാസ് മാത്രമേ പൊട്ടുള്ളൂ. ഗ്ലാസ് പിന്നെ ഈ പോർട്ടൽ. നമുക്ക് നമ്മുടെ ഫ്ലിൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഫ്ലിൻറ്റ് കിട്ടി. അപ്പോൾ ഫ്ലിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലിൻറ്റ് കൊണ്ട് നമുക്ക് എന്താ പറയുക, അവിടെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഇപ്പം നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാർം വേണം. ഫാർം എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. എടുത്തിട്ട് നമ്മുടെ കൈ തൂക്കി കൊണ്ടുവരല്ലേ നമ്മളിവിടെ തന്നെ റീബിൽഡ് ചെയ്യും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ ഗൈസ്, നമ്മൾ വീടിൻ്റെ ഫർണിച്ചേഴ്സ് ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാനുണ്ട്. നമ്മളിപ്പോൾ ഗൈസ്, നമ്മുടെ ചെസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ചെസ്റ്റ് ഉണ്ടല്ലോ, ചെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചെസ്റ്റിൽ സ്റ്റോർ ചെയ്ത് വരുമായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്കിപ്പോൾ ചെസ്റ്റിൽ ആക്കിയിട്ട് വരാം ഗൈസ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ എനിക്ക് അത്ര ലെങ്തി ആക്കണം എനിക്ക് തീരെ ഇഷ്ടമല്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയാം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റിൽ നിങ്ങളുടെ അതിൻ്റെ ഒരു ലിങ്ക് അയച്ചു തരാം. ഞാൻ അപ്പോൾ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമായിരിക്കും ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീട് എങ്ങനെ ഉണ്ടെന്നൊന്ന് ലൈക്ക് ചെയ്ത് പറയണം ഗൈസ് പ്ലീസ്. നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ചെസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ചെസ്റ്റിൽ നമുക്ക് ഇവിടെ 2 ചെസ്റ്റ് വെക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം. ഫുഡും നല്ല കൊണ്ടുവരണ്ട്. നമുക്ക് സെക്കൻഡ് ഫ്ലോർ നമ്മൾ ആക്കിയിട്ടില്ല. എനിക്ക് നിങ്ങളെ ഈ വീടൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അത്ര ഇതാണ്. നമ്മൾ സെക്കൻഡ് ഫ്ലോർ ആക്കും ഗൈസ്. ഇന്നോ നാളെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി ഫിനിഷ് ആക്കും ഗൈസ്. നമ്മൾ പേടിക്കണ്ട. സെക്കൻഡ് ഫ്ലോറും കൂടി വന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആയിരിക്കും നമ്മുടെ ബെഡൊക്കെ വെക്കാൻ പോകണമെന്നാണ് എൻ്റെ ഒരു ഐഡിയ. ചിലപ്പം താഴത്തേക്കാക്കും അല്ലെങ്കിൽ മേലേക്കാക്കും ഗൈസ്, അറിയില്ല. താഴത്തൊക്കെ കിച്ചൺ വരും. ഇത് കുറച്ച് ഡാർക്ക് അല്ലേ രാത്രിയൊക്കെ വരുമ്പോൾ. അതൊക്കെ നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ശരിയാക്കാം. നമ്മൾ 57 ഇതുണ്ട് ഗൈസ്, ടോർച്ച്. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം.
നമ്മുടെ തീരെ ഫുഡില്ല. നമുക്ക് ഫുഡുണ്ട്. ഈ ബ്രെഡും കൊണ്ട് ഒന്നാവാൻ പാടില്ല. നമുക്ക് ഇനി ബ്രെഡ് ഉണ്ടോ? ഇല്ല. നമുക്ക് പൊട്ടാറ്റോ എടുക്കാം. ക്യാരറ്റിൽ നല്ല ഫുഡ് ഇതാവും തോന്നുന്നു. ക്യാരറ്റ് എടുക്കാം. ഗൈസ് 2 ഇത് കൂടി ഫിനിഷ്. അപ്പം ഹാർട്ട് മെല്ലെ കൂടി വരും. അപ്പം നമുക്ക് അതല്ല വിഷയം. നമുക്ക് അതന്നെയാണ് വിഷയം. ഇപ്പം നമുക്ക് ആ സാധനം എടുത്തിട്ട് കണ്ടപ്പോൾ ഓടാൻ പറ്റുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫുഡ് കുറവാണെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവില്ല. എനർജി ഇല്ലെങ്കിൽ നമുക്ക് ഓടാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇഫ് യു ഗോ ടു സ്കൂൾ യു വിൽ സ്റ്റഡി, ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്, ഇഫ് യു പാസ് യു വിൽ ബി ഹാപ്പി, ഇഫ് യു ഹാപ്പി യു വിൽ പ്ലേ, when you play you will get tired, when you get tired you will get sick, when you get sick you will die, so don't go to school എന്നെ പറയുന്നത് ഗൈസ്. അതുപോലെ തന്നെ ഓക്കെ, നമ്മളിപ്പോൾ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ നമുക്ക് വേറെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. നമ്മൾ അന്ന് എടുത്തിട്ട് വന്ന ക്രാഫ്റ്റിംഗ് ടേബിൾ. അയ്യോ, ഞാൻ എന്തൊക്കെയാണ് കാട്ടണത്. ആക്സൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ഗൈസ്. നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് മരം വെട്ടാൻ പറ്റില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മരമാണ്. ഈ ഇതൊക്കെ നമുക്ക് എടുക്കാം. നമുക്ക് ആ ഒരു ഫ്രെയിം മാത്രം അവിടെ വെക്കാമെന്നൊരു ബാക്കി ഫാർം നമുക്ക് നാളത്തെ വീഡിയോയിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഇത് വെള്ളം ഇങ്ങനെ പൊയ്ക്കാൻ നല്ല പാടാണ് ഗൈസ്. നമ്മളെ വെള്ളമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് വെല്ലുള്ളതുകൊണ്ട് അത്ര പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു പോണ്ടുണ്ട്. നമ്മളന്ന് വെള്ളമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിലെല്ലാം ഉപയോഗിച്ചത്. നമുക്ക് ആ മരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കണം. നമുക്ക് അതിന് മുന്നേ ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യണം. ഹാർവെസ്റ്റ് ഫുള്ള് സീഡാണ് കിട്ടും. നമ്മളൊന്നും ആയിട്ടില്ല. ചിലതിലൊക്കെ ആയിട്ടുണ്ട്, ചിലതിലൊന്നും അങ്ങനെ ആയിട്ടില്ല. നമുക്ക് സമയം വേണം ഗൈസ്. ഇതിന് കുറച്ച് സമയം വേണം. ചിലപ്പോൾ കുറച്ച് സമയം വേണം. എന്നാലും ഇതൊക്കെ ഒന്ന് ഗ്രോ ആയി കിട്ടുള്ളൂ. നമുക്ക് വാട്ടർമെലൺ സീഡ്സ് ഇട്ട് നല്ല ലക്കായിരിക്കും ഗൈസ്. നമുക്ക് വാട്ടർമെലനൊക്കെ കഴിക്കാൻ പറ്റും. വാട്ടർമെലനൊക്കെ നല്ലതാണ്. ഒരു ഇതിൽ തന്നെ നമുക്ക് 3 പീസാണ് കിട്ടുമെന്ന് തോന്നുന്നു. ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് സാധനങ്ങൾ. ഇതൊക്കെ പൊട്ടിക്കാം. എൻ്റെ കയ്യിൽ ഷവലില്ല. നമുക്ക് ഷവൽ ഉണ്ടാക്കിയെടുക്കാം. അതൊന്നും നല്ലത് ഗൈസ്. അത് അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ കയ്യിൽ ഡേർട്ട് ഉണ്ടല്ലോ, നമുക്കത് മതി. നമുക്കൊരു ഷവൽ നമുക്ക് അവിടെ പോയിട്ട് ഉണ്ടാക്കാം. അയോൺ ഷവൽ. നമുക്കിപ്പോൾ ആ വുഡ് കിട്ടിയാൽ മതി ഗൈസ്. വുഡാണ് ഇപ്പോഴത്തെ മെയിൻ. വുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡേർട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇഷ്ടം പോലെ ഉണ്ട്. 64 ഉണ്ട്. അപ്പോൾ നമുക്ക് അത് മതിയാവും. വേണേൽ നമുക്കിത് ഫുള്ളി മൈൻക്രാഫ്റ്റിന് സാധനം ഉണ്ടാക്കിയാൽ തന്നെ ഡേർട്ട് തന്നെയാണ്. ഇത് ഇവിടെ എവിടെ നോക്കിയാലും ഡേർട്ട്, അവിടെ നോക്കിയാലും ഡേർട്ട്, എവിടെ നോക്കിയാലും ഡേർട്ടാണ് ഗൈസ്. നമ്മളിത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാന്റ് ഇവിടെ നമ്മുടെ അടിപൊളി സ്പോട്ടിലാണ് ഉണ്ടാക്കിയത്. സൺഫ്ലവറൊക്കെ ഉണ്ട് ഗൈസ്. സൺഫ്ലവർ എന്ത് ചെയ്യാനാ, നല്ലതായിപ്പോയില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഫാർം ഉണ്ടാക്കാൻ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കും. നമ്മൾ ഈ വുഡ് എടുക്കും ഇവിടെ വെക്കും. പിന്നെ നമ്മുടെ വേറെ എന്താ നമുക്ക് വേണ്ട, ഷവൽ വേണം ഗൈസ്. ഷവൽ നമുക്ക് ഇവിടെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഷവൽ നമ്മുടെ കയ്യിൽ സാധനങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ വുഡല്ല. നമ്മുടെ ഇത് തീർന്നില്ല. നമ്മുടെ കയ്യിൽ കോബിൾ സ്റ്റോൺ ഉണ്ട്. നമുക്ക് സ്റ്റിക്ക് വേണം. സ്റ്റിക്കില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല ഗൈസ്. ബീട്രൂട്ട് അതണ്ട. ഷവൽ മതി. ഇത് മതി. ഇതൊക്കെ ആട്ടിക്കട്ടെ. നമുക്ക് ആ പോയി ഉണ്ടാക്കിയിട്ട് വരാം. നമ്മുടെ സീഡൊക്കെ ഉണ്ട്. നമ്മൾ ഈ രാത്രി ആവണ മുന്നേ നമ്മളെല്ലാം റെഡിയാക്കും. സൺഫ്ലവറിൻ്റെ അടുത്തൊന്നും ഞാൻ ഉണ്ടാക്കില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഈ സൺഫ്ലവറൊക്കെ ഇവിടെ വളരുന്നത്. ഞാൻ പൊട്ടിച്ചിട്ടുണ്ടാവും സൺഫ്ലവർ. നമ്മൾ വീട് എനിക്ക് സൈഡ് അത്ര ഇഷ്ടമായില്ല. സൈഡ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. സോറടാ ഇത് പൊട്ടിക്കുന്നുണ്ട്. സൈഡ് ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ ഗൈസ്, നമ്മളിവിടെ പൊട്ടിച്ച വെറുതെ ആയിപ്പോയാ. ഇവിടെ ഇങ്ങനെ നോക്കാം. ഇത്ര മതിയില്ലേ? 1 2 3 4 5 6. ഒന്നും കൂടി സെറ്റ് ചെയ്യാം. 1 2 3 4 5 6. നമ്മുടെ അവിടുത്തെ ഫാർം ഇതിനെക്കാട്ടി വലുതായിരുന്നു എനിക്കറിയാം ഗൈസ്. 1 2 3 4 5. ഓക്കെ ഗൈസ്, നമ്മുടെ അവിടുത്തെ ഫാർം ഇതിനെക്കാട്ടി വലുതായെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് ഇപ്പം അത്ര സമയമില്ലാത്തത് കൊണ്ട് വെക്കണ്ട. നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമുക്ക് നെതർ പോർട്ടലിലൊക്കെ പോവാം. ഇവിടെ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതുപോലെ ഫാസ്റ്റിൽ പോയാൽ നമുക്ക് വാ ഗൈസ് പോയി. നമുക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അവരെവിടെയാണ് പോയെന്ന്. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വിട്ടു. അത് കണ്ട ഗൈസ് കണ്ട. ഓയ്യോ നമ്മൾ പെട്ട്. ഷിറ്റ്. കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. അയ്യോ നമ്മൾ വീണ്ടും ഇവിടെ വന്ന്. ഗൈസ് നമ്മൾ റീസ്പോൺ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അയ്യോ അവിടെ സ്കെളിറ്റനൊക്കെ ഉണ്ട്.
നമ്മൾ റീസ്പോൺ സെറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മുടെ പുതിയ വീടായതുകൊണ്ട് അയ്യോ ഇവിടെ വീണ്ടും മരിക്കാൻ പോകണം ഗൈസ്. ഓ താങ്ക് യു. കുറച്ചും കൂടി ഫാസ്റ്റ് ആവുന്നുണ്ട്. ഒന്നും കൂടി ഒരു വട്ടം കൂടി പ്ലീസ്. അതാ എവിടെ എവിടെ ഗൈസ് നമ്മുടെ വീട് എവിടെ? അതാ നമ്മൾ എത്താറായോ? ഓക്കെ ഗൈസ് നമ്മൾ എത്താറായി. നമുക്കൊരു കുറച്ച് നേരം കൂടി മതി. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ നല്ല പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളപ്പോൾ അത്ര വലിയ യൂട്യൂബറൊന്നും അല്ല, നമുക്ക് അത്ര സബ്സ്ക്രൈബറൊന്നും ഇല്ല. നമുക്ക് ആകെ ഇപ്പോൾ 101 സബ്സ്ക്രൈബറുള്ളൂ. ഇപ്പോൾ കുറയുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. ഇന്നലെ 101 ആയിരുന്നു. മിനിഞ്ഞാന്ന് 101 ആയിരുന്നു. ഇന്നലെ 100 അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതാ പ്രശ്നം. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെയാണ്. നമ്മുടെ നെതർ പോർട്ടലിലാണ്. അയ്യോ സോംബീസൊക്കെ വരുന്നുണ്ട്. നമുക്ക് നെതർ പോർട്ടലാണെങ്കിൽ സിമ്പിളല്ലേ, നമുക്ക് ഇനിയും പോവാമല്ലോ നെതർ പോർട്ടലിൽ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ക്രീപ്പേഴ്സിനൊന്നും ഇപ്പോൾ പേടിയില്ല. നമ്മൾ വീട് പൊട്ടിക്കുന്ന എനിക്ക് അത്ര പേടിയില്ല. നമുക്കതൊന്നും പോയി നോക്കാം. അവിടെ ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഇല്ല, നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടിയെന്നൊരു പ്രതീക്ഷയുണ്ട്. അവരെ അവിടെ ബാക്കിൽ തന്നെ ഉണ്ട് എനിക്കറിയാം. പെട്ടെന്ന് രക്ഷപ്പെടാൻ പോകാൻ തന്നെയാണ് സോംബീസ്. നീ എന്ത് ചെയ്തിട്ട് കാര്യമില്ലടാ. ഞാൻ പോയില്ല ഗൈസ്. ഇതെന്തൊരു കഷ്ടമാണ് ഗൈസ്. ഇത് ഫെയർ അല്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ മരിച്ചിരിക്കണം. നമുക്ക് അതൊന്നും പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ വീട് നമ്മുടെ രണ്ടാമത്തെ നിലയും കൂടെ റെഡി ആക്കണം. നമുക്ക് ചിലപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആകുമ്പോൾ റെഡിയായി നിൽക്കുന്നുണ്ടാവും ഗൈസ് ചിലപ്പം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ വീട് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ സർവൈവൽ സീരീസാണ് ഗൈസ്. ഇത് മൈൻക്രാഫ്റ്റ് എല്ലാം കൂടിയല്ല. ഇപ്പോൾ എനിക്ക് വേറൊരു കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് വേറൊരു സീരീസൊക്കെ ഉണ്ടാവും മൈൻക്രാഫ്റ്റിൽ തന്നെ അങ്ങനെ ഉണ്ടാവും. നമ്മളിപ്പോൾ വീട് ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വീടുണ്ടാക്കലും പിന്നെ ഇതൊക്കെ എൻഡർ ഡ്രാഗനെ കൊല്ലാനും അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ഫ്രണ്ട് വേണം ഗൈസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ അവരൊക്കെ ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല ഇപ്പോൾ കളിക്കാൻ. അപ്പോൾ ഞാൻ അവരോട് കളിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അവരുടെ കൂടെ ഇതൊക്കെ കളിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്പീഡ് റണ്ണർ വേഴ്സസ് ഹണ്ടർ അറിയുകയാണെങ്കിൽ അത് നല്ലൊരു ഗെയിമാണ് ഗൈസ്. ഒരാൾ ഹണ്ടറാവും, ഒരാൾ സ്പീഡ് റണ്ണറാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരാൾ ഹണ്ടർ നമ്മളെ സ്പീഡ് റണ്ണറിനെ പിടിക്കാൻ വരും. നമ്മൾ എൻഡർ ഡ്രാഗിന് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ചലഞ്ച് ഉണ്ടോ, ആ ചലഞ്ച് നമുക്ക് ആക്കണം. പക്ഷേ നമ്മൾ ഒരു വട്ടം ഡെഡ് ആയാൽ സ്പീഡ് റണ്ണർ ഡെഡ് ആയാൽ ഫിനിഷ്, കളി കഴിഞ്ഞു. പക്ഷേ ഹണ്ടർ എത്ര വേണമെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഇനിയും വരാൻ പറ്റും കളിക്കാൻ. സോ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾ നല്ല സപ്പോർട്ട് തരാം ഗൈസ്. നല്ലൊരു അടിപൊളി എനിക്ക് സപ്പോർട്ട് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് തരാം പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ വേണ്ടത്ര വീഡിയോസ് ഞാൻ ഇടാം. അപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് റോബ്ലോക്സ് നല്ല ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. ഇപ്പോൾ റോബ്ലോക്സ് ഞാൻ ഇടാൻ പോയപ്പോഴാണ് അതിന് പിറ്റേ ദിവസം തന്നെ അത് ബാനായിപ്പോയി ഖത്തറിൽ. അതുകൊണ്ടാണ് പ്രശ്നമായത്, അല്ലെങ്കിൽ ഞാൻ ഇട്ടേനെ. ഓക്കെ ഗൈസ്, ശരി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാനത് കുറേ വട്ടം പറഞ്ഞു. അപ്പോൾ ബൈ ഗൈസ്.